3 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കാണ്. നിങ്ങൾ അറിയേണ്ട 8 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമസ്കാരം, ഞാൻ സുനിൽ പ്രഭാകരൻ. എത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം. കുട്ടികളെ വളർത്തുക എന്നൊക്കെ പറയുന്നത് ഇന്നൊരു വലിയ ടാസ്ക് തന്നെയാണ്, അല്ലേ? അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് ഒന്ന് പിഴച്ചാൽ ഇല്ലാതാകുന്നത് നമ്മുടെ മക്കളുടെ ഭാവി തന്നെയായിരിക്കും. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ കുട്ടികളോട് ഇടപഴകുന്ന രീതിയെ അടിസ്ഥാനമാക്കിയിരിക്കും കുട്ടികളുടെ മാനസികമായ വികാസവും കാഴ്ചപ്പാടും. 1 മുതൽ 3 വയസ്സുവരെ പ്രായത്തിലുള്ള കുട്ടികൾ വളർത്തുക എന്നത് ഏറെ നിർണായകരമായ ഒരു കാര്യമാണ്. ഈ പ്രായത്തിലെ സ്വഭാവ രൂപീകരണം കുട്ടികളെ മുന്നോട്ട് വളർച്ചയെ സ്വാധീനിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണ്. അതിനാൽ തന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ ഇനി പറയുന്ന 8 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ 1, എല്ലാ കാര്യങ്ങൾക്കും റെസ്ട്രിക്ഷൻ വേണ്ട. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും അവ ചെയ്താൽ എന്തൊക്കെയാണ് അതിന് ശേഷം ഉണ്ടാകുന്നത് എന്നും പറഞ്ഞു കൊടുക്കുക. ചെയ്യരുത് എന്ന് തീർത്തു പറയുമ്പോൾ അത് ചെയ്യാനുള്ള ആകാംക്ഷ കൂടുകയുള്ളൂ കുട്ടികൾക്ക്. 2, വിശപ്പും ക്ഷീണവും തിരിച്ചറിയുക. 3 വയസ്സുവരെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വിശപ്പും ദാഹവും ക്ഷീണവും എന്നത് വ്യക്തമായി അവർക്ക് പറയാനുള്ള കഴിവുകൾ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് കൃത്യമായി അവർക്ക് വിശക്കുന്നതും അവരുടെ ക്ഷീണവും എല്ലാം അകറ്റുക. 3, കുട്ടികളെ അവരുടെ ആവശ്യങ്ങളും വികാരങ്ങളും പ്രകടിപ്പിക്കാൻ വാക്കുകൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഇത് കുട്ടികളിലെ സംസാരശേഷി വളർത്താനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പ്രോത്സാഹനം നൽകും. 4, എന്ത് ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. ദേഷ്യത്തിൽ പറയുന്നതിനേക്കാൾ മൃദുവായി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക. 5, കുട്ടികൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് അവരെ ആശ്വസിപ്പിക്കുക, ശാന്തരാക്കാൻ ശീലിപ്പിക്കുക എന്നതെല്ലാം ഏറെ പ്രധാനമാണ്. വാശി പിടിക്കുന്ന, ദേഷ്യപ്പെടുന്ന കുട്ടികളെ ശാന്തമാക്കാൻ വേണ്ടി ആഴത്തിൽ ശ്വാസമെടുക്കാൻ പഠിപ്പിക്കാം. ഇത് അവരുടെ ദേഷ്യത്തെ ശമിപ്പിക്കാൻ വളരെയേറെ സഹായിക്കുന്നതാണ്. 6, കുട്ടികളുടെ പെരുമാറ്റങ്ങൾ, ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ എന്നിവ എന്തൊക്കെയെന്ന് നിങ്ങൾ അടുത്തറിയണം. എന്താണ് അവരെ ദേഷ്യത്തിലാക്കുന്നത്, ഭയപ്പെടുത്തുന്നത്, സന്തോഷിപ്പിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക. അത് വളരെയേറെ സഹായിക്കും. 7, മാതാപിതാക്കളിൽ നിന്നുമാണ് കുട്ടികൾ ഓരോ ശീലങ്ങളും പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കി കുട്ടികൾക്ക് മാതൃകയാകുന്ന കാര്യങ്ങൾ മാത്രം അവർക്ക് മുന്നിൽ ചെയ്യുക. ഉറക്കെ സംസാരിക്കുക, ദേഷ്യപ്പെടുക, സാധനങ്ങൾ വലിച്ചെറിയുക തുടങ്ങിയ ചെയ്തികൾ എല്ലാ കുട്ടികൾക്കും ദോഷം ചെയ്യും. അവരെ അത് പിന്തുടരാനുള്ള ശ്രമം നടത്തും. അതിനാൽ മാതൃകയാകുന്ന നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്യുക. 8, വ്യക്തിഗത നേട്ടങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ കുട്ടിയെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക എന്നതെല്ലാം വളരെ തെറ്റായ രീതിയാണ്. ഇത് കുട്ടികളിൽ താൻ പിന്നോക്കമാണ് എന്ന ധാരണ വളർത്തും. അതിനാൽ മറ്റുള്ളവരുടെ നേട്ടങ്ങൾ പോലും സന്തോഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. അത് സന്തോഷിക്കുന്ന രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കുക. കുട്ടികളുടെ ഭാവിക്കായി ആദ്യം നമുക്ക് തന്നെ ഈ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓർക്കുക, വീഡിയോ വീണ്ടും കണ്ട് ഈ 8 കാര്യങ്ങൾ ഹൃദ്യസ്ഥമാക്കുക, മനസ്സിലാക്കി വയ്ക്കുക. ഈ കാലത്ത് കുട്ടികളെ വളർത്തിയെടുക്കുക വളരെയേറെ പാടുള്ള കാര്യമാണ്. മാത്രമല്ല, ഈ 1 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെയുള്ള അവരുടെ പഠനവും അവർ മനസ്സിലാക്കുന്നതും എല്ലാം അവരുടെ ശാരീരികപരമായ ആരോഗ്യവും മാനസികപരമായ ആരോഗ്യവും സാമൂഹികപരമായ ആരോഗ്യത്തിലേക്കും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. നന്ദി, നമസ്കാരം. ഞാൻ സുനിൽ പ്രഭാകരൻ, സൈനിങ് ഓഫ്.